5% വെയിറ്റ് കുറച്ചാൽ തന്നെ PCOSൽ നമുക്ക് മാജിക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് ഓവർ വെയിറ്റ് ആയിട്ടുള്ള PCOD ഉള്ള ആൾക്കാരിൽ സപ്പോസ് ഒരു 70 kg വെയിറ്റ് ഉള്ള ആളാണെന്ന് വിചാരിക്കുക. വെയിറ്റ് ഒരു 66 kgയിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് PCOSൽ ബേസിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. അത് കാരണം മെയിൽ ഹോർമോൺ ആൻഡ്രോജൻ ബോഡിയിൽ കൂടുതലാണ്. ഇതിനൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. റൈറ്റ്. അതായത് ഈ മെയിൽ ഹോർമോൺ കൂടുതലുള്ളത് കാരണമുള്ള ആക്നെ അല്ലെങ്കിൽ ഫേസിൽ എക്സസീവ് ഗ്രോത്ത് ഇതൊക്കെ ഈ വെയിറ്റ് റിഡക്ഷൻ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓൾസോ നമുക്ക് PCOS ഉള്ളവർക്ക് ഷുഗർ വരാനുള്ള ചാൻസസ് ഭാവിയിൽ ഹാർട്ട് ഇഷ്യൂസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സിനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം നമുക്ക് ഈ വെയിറ്റ് റിഡക്ഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കൈൻഡ് ഓഫ് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഈ വെയിറ്റ് എങ്ങനെയാണ് നമ്മൾ കുറയ്ക്കുക? നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയറ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കഴിക്കുന്നത് നമുക്കൊരു കാലറി റെസ്ട്രിക്ഷൻ, അതായത് ഇപ്പോൾ കഴിക്കുന്ന ഡയറ്റിൽ നിന്ന് ഒരു 500 കാലറി കുറച്ച് കഴിക്കാനായിട്ട് നോക്കുക ഫസ്റ്റ്ലി. സെക്കൻഡ്ലി എക്സസൈസ്. നമുക്ക് ആഴ്ചയിൽ ഒരു 7 ഡേയ്സ് ഉണ്ട്. അതിലൊരു 5 ദിവസമെങ്കിലും അരമണിക്കൂർ വെച്ചിട്ട് പ്രോപ്പർ എക്സസൈസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഇനി വെരി ഇമ്പോർട്ടൻ്റ്ലി PCOD ഉള്ളവർക്ക് പ്രഗ്നൻസി ചിലപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ ജസ്റ്റ് ഈ വെയിറ്റ് റിഡക്ഷനും കൊണ്ട് 5-10% വെയിറ്റ് റിഡക്ഷനും കൊണ്ട് മാത്രം പലപ്പോഴും ഓവുലേഷൻ തന്നെ സംഭവിക്കും. അതായത് PCOD ഉള്ളവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ തന്നെ നമുക്ക് പ്രഗ്നൻസി ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇൻ കേസ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ്സ് വളരെയധികം കൂട്ടും.